കുഞ്ഞുകുട്ടി പ്രിയ സഖാവിന് വിട എന്ന ഒരു ബോർഡുമായി, ഒരു പ്ലക്കാർഡുമായി ഇവിടെ നിൽക്കുകയാണ്. വി എസിന്റെ ചിത്രമാണ് അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. മോനെ, വി എസിനെ അറിയാമോ? എന്തൊക്കെയാ, ആരാ പറഞ്ഞു തന്നെ വി എസിനെ കുറിച്ച്? എന്തൊക്കെ പറഞ്ഞു തന്നു? എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് വി എസിനെ കുറിച്ച് പകർന്നു കൊടുക്കുകയാണ്? അത്രത്തോളം നിങ്ങളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊക്കെ ഈ സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് തന്നെ വി എസിനെ പോലുള്ളവരെ കണ്ടിട്ട് തന്നെയാണ് ഈ സംഘടനയിലോട്ട് കടന്നു വന്നത് തന്നെ. വി എസിൻ്റെ ഈ പല വി എസിൻ്റെ പല പോരാട്ടങ്ങളും കണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ സംഘടനയിലോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെ വി എസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? ഇവിടുന്ന് കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ജനക്കൂട്ടമാണ്. ഇത്രയും ഒരു ജനകീയ നേതാവും വി എസിന് പകരം വി എസ് മാത്രമേ ഉണ്ടാകൂ. തലസ്ഥാനത്ത് വി എസിനെ ആലപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒരു മടി പോലെ അല്ലേ? വൈകുകയാണ്. വിടാൻ ഒരു മടി പോലെയാണ്. കാരണം വി എസ് മരിച്ചു എന്നിപ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അസാധ്യമായ ഒരു ജനങ്ങളുടെ പിന്തുണ, ഒരു ആവേശമാണ് വി എസ് എന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു ജനവിഭാഗം എന്നല്ല, എല്ലാ വിഭാഗം അധ്വാനിക്കുന്നതും പാവപ്പെട്ടവൻ്റെ മുഴുവൻ വികാരം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് ഇത്രയും ഒരു വികാരം അത് ഇന്നലെ AK സെൻ്ററിൽ അത് കണ്ടതാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഒഴുകിയെത്തിയത്. അതെ, വി എസ് ഒരു ധൈര്യമായിരുന്നു കേരളത്തിന്. വി എസ് നിശബ്ദനായി, വി എസ് അവശതയുടെ കിടക്കയിലായപ്പോഴും കേരളത്തിന് വി എസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ധൈര്യം ചോർന്നു പോവുകയാണ്. ആ ധൈര്യം ചോർന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം വി എസിൻ്റെ ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, വി എസിനെ അങ്ങോട്ട് വിട്ടയക്കാൻ, ആ അവസാന യാത്രയിലേക്ക്, അന്ത്യ യാത്രയിലേക്ക് വിട്ടയക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഈ തലസ്ഥാന നഗരം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്രത്തോളം അധൈര്യമാകുന്നു വി എസിനെ സ്നേഹിക്കുന്നവർക്ക്. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് അല്പസമയം മുമ്പുള്ള പ്രതികരണത്തിൽ നമ്മൾ കേട്ടത് വി എസ് മരിച്ചു എന്ന ആ വാർത്ത ഇപ്പോഴും ജനങ്ങൾ പലരും വിശ്വസിക്കാൻ മടിക്കുന്നു എന്ന്. എങ്ങനെയാണ് അമ്മ വി എസിനെ ഓർക്കുന്നത്? വോട്ട് ചെയ്യണത് ഞാൻ ജനിച്ചു തൊട്ട് എൻ്റെ അച്ഛൻ ഈ പാർട്ടിയിലുള്ളതാണ്, വേലാർപ്പൊടിയനെന്ന് പറയും. അന്ന് തൊട്ടേ നമ്മൾ ഇതിലാണ് ചെയ്യണത്. എൻ്റെ അച്ഛൻ നടുക്കയിലാണ് സമരം വിളിച്ചത്. രാത്രിക്കും തോറ്റിട്ടില്ല, ഒരു തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും സഖാക്കളെ മിന്നോട്ടു. എൻ്റെ അച്ഛൻ 5 വയസ്സാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോഴും കൂട്ടുളപ്പിൽ 3 പേരുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ചെപ്പടി വെച്ചിട്ടുണ്ട്, വർക്കല വെച്ച് കണ്ടിട്ടുണ്ട്. പൊന്നാട അണിഞ്ഞപ്പം കടവമ്പള്ളി എനിക്കൊരു പൊന്നാട കാണാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ അതിന് തന്നെ വന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. ഉറങ്ങിയില്ല, ഞാൻ TV കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ അച്ഛൻ ഇതിലുള്ളതാണ്.